കോട്ടക്കൽ പറപ്പൂർ വീണാലുക്കൽ തർബിയത്തുൽ ഇസ്ലാം സംഗമത്തിന്റെ പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാൻ ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് ഉത്തരവിട്ടതായി പറപ്പൂർ മഹല്ല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 7-നാണ് ഇതു സംബന്ധിച്ച് വഖഫ് ബോർഡ് ഉത്തരവിറക്കിയത്. തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കാൻ വഖഫ് ബോർഡ് നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. പുതുക്കിയ വോട്ടർ പട്ടികയിലുള്ളവരെ ഉൾക്കൊള്ളിച്ച് ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ നിർദ്ദേശം. പറപ്പൂർ മഹല്ല് സംരക്ഷണ ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സുതാര്യ തിരഞ്ഞെടുപ്പിനായി വഖഫ് ബോർഡിനെ സമീപിച്ചത്. സംഘത്തിന്റെ പ്രവർത്തന രീതികൾക്കെതിരെ നിരവധി പരാതികളും ഇവർ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ കമ്മിറ്റിയിലെ 27 അംഗങ്ങളിൽ 3 പേർ മാത്രമാണ് സംഘത്തിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും ഇവരുടെ സാമ്പത്തിക ഇടപെടലുകൾ ദുരൂഹമായിരുന്നുവെന്നും കൂട്ടായ്മ അംഗങ്ങൾ ആരോപിച്ചു. കാലാവധി കഴിഞ്ഞിട്ടും ഇതുവരെ ജനറൽ ബോഡി വിളിച്ചു ചേർത്ത് വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചിട്ടില്ല. സംഘത്തിന് കീഴിലുള്ള സ്കൂളുകളിലെ അധ്യാപക നിയമങ്ങളിലും സ്കൂൾ പ്രവേശനത്തിലും അനീതിയുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. 2022 മെയ് 27-ന് അവസാനമായി നടന്ന ജനറൽ ബോഡിക്ക് ശേഷം ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താതെ കമ്മിറ്റി ഒരു വിഭാഗം പിടിച്ചെടുക്കുകയായിരുന്നുവെന്നും ഇവർ പറയുന്നു. അവസാന ജനറൽ ബോഡിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന് വഖഫ് ബോർഡ് നിയമിച്ച നിരീക്ഷണത്തിന്റെ റിപ്പോർട്ടിലും വേങ്ങര പോലീസിന്റെ റിപ്പോർട്ടിലും വ്യക്തമായിട്ടുണ്ടെന്നും മഹല്ല് നിരീക്ഷണ കൂട്ടായ്മ രേഖകൾ പ്രകാരം വ്യക്തമാക്കി. പാനൽ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വഖഫ് ബോർഡ് നിർദ്ദേശപ്രകാരം ജനാധിപത്യ രീതിയിൽ രഹസ്യ ബാലറ്റിലൂടെ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് പറപ്പൂർ മഹല്ല് സംരക്ഷണ ജനകീയ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പറപ്പൂർ പഞ്ചായത്തിന്റെ കീഴിൽ സംഘടിപ്പിച്ചിട്ടുള്ള തർബിയത്തുൽ ഇസ്ലാം സംഘം എന്ന കമ്മിറ്റിയുടെ രജിസ്ട്രേഷൻ 1969-22-93/RA എന്ന നമ്പർ പ്രകാരം വഖഫിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാകുന്നു. ഈ വിഷയത്തില് 2022 മെയ് 25-ന് സംഘത്തിന്റെ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് നടന്നു. പക്ഷെ അതിനകത്ത് തെരഞ്ഞെടുപ്പും നടക്കാതെ ചില പ്രയാസങ്ങൾ കാരണം അത് തടസ്സപ്പെട്ടു പോവുകയുണ്ടായി. വാർത്താ സമ്മേളനത്തിൽ പറപ്പൂർ മഹല്ല് സംരക്ഷണ ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ കോമു മുസ്ലിയാർ, നഹീം കോയത്തങ്ങൾ, അബ്ദുറഹീം, കബീർ, അബ്ദുൽ അസീസ് എന്നിവർ പങ്കെടുത്തു. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.